ഇന്നലെ നടന്ന ഫ്രാൻസ് പരാഗ്വേ മത്സരത്തിൽ പരാഗ്വേയെ ഒറ്റ ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. മത്സരത്തിൽ ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഒരു ഗോൾ കൂടി നേടിയതോടെ ലിയോ മെസ്സിയും കിലിയൻ എംബാപ്പയും 7 ഗോളുകളുമായി ടോപ്പ് സ്കോറർ പദവിയിൽ നിൽക്കുകയാണ്. ഇരുവരും 7 ഗോളുകൾ. മെസ്സി 4 മത്സരങ്ങളിൽ 7 ഗോളുകൾ നേടിയപ്പോൾ എംബാപ്പെ 5 മത്സരങ്ങളിൽ 7 ഗോളുകൾ. ഇത്തവണ 6 ഗോൾഡൻ ബൂട്ട് നേടുമെന്ന ചൂടൻ ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും ഒപ്പത്തിനൊപ്പം മത്സരിക്കുകയാണ്. ഒരു 39-കാരനും ഒരു 26-കാരനും തമ്മിലുള്ള ഗോൾഡൻ ബൂട്ട് റേസ് നടന്നുകൊണ്ടിരിക്കുന്നു. വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ ആരായിരിക്കും ഈ റേസിൽ 1-ാം സ്ഥാനത്ത്? മെസ്സിയും എംബാപ്പയും ഫോമിലാണെങ്കിൽ മിന്നും ഫോമിലാണ് ഫ്രാൻസ് സൂപ്പർ താരമായ മൈക്കൽ ഒലിസെ. മറ്റുള്ളവരെ എല്ലാം പിന്നിലാക്കി ഈ വേൾഡ് കപ്പിൽ ഇതിനോടകം അദ്ദേഹം 5 അസിസ്റ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു. മിന്നും ഫോമിലാണ് മൈക്കൽ ഒലിസെ ഫ്രാൻസിനായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ റേസിൽ അദ്ദേഹം മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇന്നലത്തെ പരാഗ്വേക്കെതിരായുള്ള മത്സരശേഷം അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ചോദിച്ചു: കിലിയൻ എംബാപ്പയാണോ ലിയണൽ മെസ്സിയാണോ ഏറ്റവും മികച്ചതായി നിങ്ങൾക്ക് തോന്നുന്നത്? ഒട്ടും ആലോചിക്കാതെ മൈക്കൽ ഒലിസെ ഉത്തരം പറയുന്നു: മെസ്സിയാണ് എല്ലായ്പ്പോഴും മികച്ചത്. കിലിയൻ എംബാപ്പെ മികച്ച താരമാണ്, എന്നാൽ ലിയോ മെസ്സി എന്നുള്ളത് മറ്റൊരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു ലെവലിലുള്ള താരമാണ്. അദ്ദേഹമാണ് ഏറ്റവും മികച്ചതെന്നാണ് മൈക്കൽ ഒലിസയുടെ ഉത്തരം. ഈ വേൾഡ് കപ്പിൽ അത്യപൂർവമായ നേട്ടങ്ങളുമായി മിന്നും പ്രകടനത്തോടെ കുതിക്കുകയാണ് ഈ 3 താരങ്ങളും. അസിസ്റ്റുമായി മൈക്കൽ ഒലിസെ കുതിക്കുമ്പോൾ ഈ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചു കൂട്ടുകയാണ് ഫ്രാൻസ് സൂപ്പർ താരമായ കിലിയൻ എംബാപ്പയും അർജന്റീൻ സൂപ്പർ താരമായ ലിയോ മെസ്സിയും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.